കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോവും അതുപോലെ തന്നെ മാർക്സും എംഗൽസും എഴുതിയ നിരവധി പുസ്തകങ്ങളും ചേർന്നാൽ ആവുന്നതല്ല മാർക്സം. അങ്ങനെയാണല്ലോ നമ്മളെല്ലാം ധരിക്കുക. അങ്ങനെയല്ല. ഞാനിവിടെ നിങ്ങളോട് ഈ സന്ദർഭത്തിൽ സംസാരിക്കുന്ന ഈ പദ്ധതിയുടെ പരിപാടിയുടെ ഭാഗമായിട്ട് സംസാരിക്കുന്ന ഈ നിമിഷം വരെ ലോകമാർജിച്ച സർവതല സ്പർശിയായ മേഖലയിലെ അത് ശാസ്ത്രവും ശാസ്ത്ര സാങ്കേതിക വിദ്യയും ചരിത്രവും സയൻസും എല്ലാറ്റിനെയും എല്ലാം കുറിച്ചാണ് ആദായം പറയുന്നത്. സർവതല സ്പർശിയായ മേഖലയിലുള്ള എല്ലാ പുതിയ കണ്ടെത്തലുകളെയും പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ട് വികസിക്കുന്ന ഒന്നാണ് മാർക്സം എന്ന് ഞാൻ പറഞ്ഞു വെക്കുകയാണ്. അല്ലാതെ ഏതെങ്കിലും പാഠപുസ്തകത്തിലെ അല്ലെങ്കിൽ ഏതെങ്കിലും ടെക്സ്റ്റിൽ നമ്മൾ കാണുന്ന രീതിയിലുള്ള കൊട്ടേഷൻ അടിസ്ഥാനപ്പെടുത്തിയിട്ടല്ല മാർക്സത്തെ വിശകലനം ചെയ്യേണ്ടത്. മാർക്സും ഈ നിമിഷം വരെ ഉൾക്കൊള്ളാവുന്ന എന്ന് പറഞ്ഞാൽ ലോകത്തെമ്പാടുമുള്ള എല്ലാ ശാസ്ത്ര സത്യങ്ങളെയും സയൻസിനെയും ചരിത്രത്തെയും എല്ലാ കൃത്യമായ കാഴ്ചപ്പാടുകളെയും ഉൾക്കൊണ്ട് വികസിച്ചു കൊണ്ടിരിക്കുന്ന ഒന്നാണ് മാർക്സം എന്ന് ഞാൻ പറഞ്ഞു വെക്കുകയാണ്. ആ മാർക്സത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഒരു പ്രപഞ്ച വീക്ഷണത്തെ, ഒരു സാമൂഹ്യ വീക്ഷണത്തെ, ഒരു ചരിത്രപരമായ അവബോധത്തെ എല്ലാം പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നത് യഥാർത്ഥത്തിൽ അത് ഏതെങ്കിലും ഒരു ശാഖ മാത്രമല്ല, സർവതല സ്പർശിയായ മേഖലകളാണ്. അതിൽ സാഹിത്യത്തിൻ്റെ ഭാഗം വരും, സിനിമയുടെ ഭാഗം വരും, രാഷ്ട്രീയത്തിൻ്റെ ഭാഗം വരും. എല്ലാം ചേരുന്ന ഒരു പ്രക്രിയയിലാണ് നമ്മൾ നിലനിൽക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത്, ഇന്ന് ജീവിക്കുമ്പോൾ ഇന്ന് വരെയുള്ളത് വായിക്കണം, ഇന്ന് വരെയുള്ളത് പഠിക്കണം. അത് ഇന്നലെ പറഞ്ഞതുപോലെ, ഇന്നലെ ഞാൻ പത്രത്തിൽ, ഇന്ന് മാതൃഭൂമി പത്രത്തിൽ എനിക്കിഷ്ടപ്പെട്ട ഒരു എഴുത്തുകാരൻ പറഞ്ഞു, കുറേ വായിക്കുന്നത് കൊണ്ടല്ല ശരിയായ ഒരു മനുഷ്യനാവുന്നത്. അത് ശരിയാണ്, വായിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രം ഒരാൾ മനുഷ്യനാവുമെന്ന് ഞാൻ പറയുന്നില്ല. ആ വാദത്തോട് ഞാൻ യോജിക്കുകയാണ്. പക്ഷേ വായിക്കാതെ നല്ലൊരു മനുഷ്യനാവില്ല. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. വായിക്കുക തന്നെ വേണം, വായിക്കുകയും പഠിക്കുകയും ചെയ്യണം. അക്കാദമിക് പാണ്ഡിത്യം കൊണ്ട് മാത്രം കാര്യങ്ങൾ നിർവഹിക്കുക എന്നുള്ളത് സാധാരണ നമ്മൾ പറയുന്നത് പോലെ വാടകയ്ക്ക് നൽകുന്ന, അതായത് ഈ ബുദ്ധിജീവി എന്ന് പറയുന്നത് രണ്ട് തരത്തിലുള്ള ബുദ്ധിജീവിയാണ്. ഒന്ന് മനുഷ്യ സമൂഹത്തെ മാറ്റുന്നതിന് വേണ്ടിയുള്ള പ്രക്രിയയിൽ ഇടപെടുന്ന ബുദ്ധിജീവി, മറ്റൊന്ന് ബുദ്ധി ഉപയോഗിച്ച് അല്ലെങ്കിൽ ബുദ്ധി വിറ്റ് ഉപജീവിതം നയിക്കുന്ന ആളുകളെ. അതാണ് അക്കാദമിക് പാണ്ഡിത്യമുള്ള നിരവധി ആളുകളെ നമുക്ക് പരിശോധിച്ചാൽ അംഗീകരിക്കും. ബുദ്ധി വിറ്റ് ഉപജീവനം കഴിക്കുന്നവരാണ്. അവർക്കും ബുദ്ധിജീവിയാവാം. എങ്ങനെ? സാമൂഹ്യ പരിവർത്തനവുമായി ബന്ധപ്പെട്ട നിലപാടുകളിലേക്ക് അവർ ശരിയായ രീതിയിൽ വരുമ്പോഴും. അപ്പോൾ ആ അർത്ഥത്തിൽ പറഞ്ഞാൽ ഇന്നലെ വരെ പ്രസിദ്ധീകരിച്ച അല്ലെങ്കിൽ ഇന്ന് വരെ പ്രസിദ്ധീകരിക്കുന്ന, ഇന്ന് ഏറ്റവും അവസാനം വരുന്ന കാര്യങ്ങൾ കൂടി വായിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് ശരിയായ ദിശാബോധത്തോടെ പ്രവർത്തിക്കാനാവുള്ളൂ. അത് വിവിധ ശാഖകളിൽ നമ്മൾ കൈകാര്യം ചെയ്യപ്പെടണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം.